എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു പാലക്ക് ചീര വെച്ചിട്ടൊരു ആന്ധ്ര ഡിഷായാലോ. നല്ല ടേസ്റ്റാ, കുറച്ച് എരിവോടുകൂടി നല്ല രസം ഉണ്ടാകും തിന്നാനായിട്ട്. അപ്പോൾ ചോറിനെല്ലാം പറ്റിയൊരു കറിയാണ്, ചപ്പാത്തിക്കും ചോറിനും എല്ലാം കൂട്ടാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാലക്ക് ചീര എടുത്തിട്ടുണ്ട്, 3 വലിയുള്ളി, ഒരു 5-8 വെളുത്തുള്ളി. ഇനി ഈ ചീര നമുക്ക് ഈ തണ്ട് ഒന്നും കൂട്ടണ്ട കേട്ടോ. തണ്ടെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മുറിച്ചിട്ടിട്ട് എടുക്കണം. ഇതുപോലെ തണ്ടെല്ലാം അങ്ങ് ഒടിച്ച് മാറ്റിയാൽ മതി. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഈ ചീര കിട്ടാത്തവർക്ക് പശല ചീരയും ഉപയോഗിക്കാം കേട്ടോ. ഇതേപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ഇങ്ങനെ വലിയ ഒരുപാട് പൊടിയായിട്ടൊന്നും അരിയണ്ട, കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞണ്ട. ഉള്ളി അതുപോലെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് അരക്കാനുള്ള സൗകര്യത്തിന് മുറിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 വലിയുള്ളിയും ഒരു 8-10 വെളുത്തുള്ളിയും അതും കൂടി ഇട്ടിട്ട് പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. അത് നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഫൈനായിട്ട് അരച്ചിട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. കണ്ട, നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇതൊരു ഭാഗത്തിരിക്കട്ടെ. ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ചൂടാകുന്നുണ്ട്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, അതൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കടുകും ജീരകം നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ ഉഴുന്ന് പരിപ്പ് നല്ല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു 5 ഉണ്ടമുളകായതുകൊണ്ടാണ് 5 ഇട്ട്. നിങ്ങൾ മറ്റു നീളമുള്ള മുളകാണെങ്കിൽ 1-2 ഇട്ടാൽ മതി. അത് നല്ലോണം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഉഴുന്നെല്ലാം. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ച ഈ ഉള്ളി അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് മിക്സി ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളമാക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം വെന്ത് വരണം. നല്ലോണം വെള്ളം എല്ലാം ഒന്ന് വറ്റി, അപ്പം നല്ല വെന്ത് നല്ലൊരു വാസന വരുമേ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിതൊന്ന് നല്ലോണം ഇളക്കി കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് അത് നല്ലോണം ആ ഉള്ളീൻ്റെ ഒരു പച്ചമണമെല്ലാം ഒന്ന് പോയി വരട്ടെ. ഒരു 1-2 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴത്തേക്ക് അത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇളക്കി നല്ലോണം ഒന്നും കൂടി ഒന്ന് വറ്റിക്കാം. നല്ലോണം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിനി ചീര മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇത് ഇടുമ്പോൾ ഒരുപാടുള്ള പോലെ ഉണ്ടാവും, പക്ഷെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതങ്ങനെ അടിയിലേക്ക് അമർന്നു പോകും. കണ്ടില്ലേ, ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മസാല എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതും അതേ ആദ്യം നമ്മൾ ഉള്ളീനെ ചെയ്ത പോലെ തന്നെ ഒന്ന് മൂടി വെച്ചാൽ അങ്ങനെ അന്നങ്ങ് അമർന്നു പോകും. കണ്ടോ, ഒന്ന് ഇളക്കി മൂടി വെക്കട്ടെ. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അത്രേ വേണ്ടു. കണ്ടോ, ഇപ്പോൾ ചീരയിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് നല്ലോണം ഇളക്കി ഇനി അടി പിടിക്കാണ്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. കണ്ടില്ല, ഇനി ഇതിൽ ആകെ കുറച്ച് കറിവേപ്പില മാത്രമേ ചേർക്കേണ്ടുള്ളൂ. ചേർത്ത് ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്താൽ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചൂടോടുകൂടി ചോറിന് കൂട്ടി കഴിക്കാനും ചപ്പാത്തിക്കെല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനായത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.